ഹേ എവരി വൺ, ഐ എം ശരത്. ഇന്ന് നമ്മൾ രണ്ട് ടേം പ്ലാൻസിൻ്റെ കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന HDFCൻ്റെയും ആക്സിസ് ബാങ്കിൻ്റെയും ടേം പ്ലാൻസ് ആണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആക്സിസിൻ്റെ മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാനും അതുപോലെ HDFCൻ്റെ ക്ലിക്ക് ടു പ്രൊട്ടക്ട് പ്ലാൻസുമാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇവരുടെ ഫീച്ചേഴ്സും കീ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പ്രീമിയം ഒക്കെ എത്ര വരുന്നതെന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സോ അല്ലെങ്കിൽ ടേം പ്ലാൻ ചൂസ് ചെയ്യാനുള്ള ഡൗട്ട്സോ ക്വറീസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓൾസോ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, ആ വഴി നിങ്ങൾക്ക് ഞങ്ങളോട് ചാറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന രണ്ട് ഇൻഷുറൻസ് പ്ലാൻസ്, ഒന്ന് HDFCൻ്റെ ക്ലിക്ക് ടു പ്രൊട്ടക്ട് ലൈഫും ആക്സിസ് മാക്സ് ലൈഫിൻ്റെ സ്മാർട്ട് ടേം പ്ലാനുമാണ്. കവറേജ് വരുന്ന 2 crore rupeesൻ്റെ പോളിസി ടേം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് 30 yearsന്. പിന്നെ നമ്മുടെ മെയിൻ ഫോക്കസ് ഏരിയ വരുന്ന പ്രീമിയം അനാലിസിസ്, ഫീച്ചർ കമ്പാരിസൺ, ക്ലെയിം സെറ്റിൽമെൻറ്റ് ആൻഡ് വാല്യൂ പ്രൊപ്പോസിഷൻ. അപ്പോൾ ഇനി ഇവരുടെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സം അഷ്യൂർഡ് വരുന്ന രണ്ടും സെയിം ആണ്. HDFCൻ്റെയും ആക്സിസിൻ്റെയും 2 crore rupees. പോളിസി ടേം അപ് ടു 75 years ആണ് രണ്ടും കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ടെർമിനൽ ഇൽനെസ് അവൈലബിൾ ആണ് രണ്ടിലും. ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ്സ് റൈഡറായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പ്രീമിയം പേയ്മെൻറ്റ് ടേം 30 years. പിന്നെ ഓൺലൈൻ പർച്ചേസ് ഡിസ്കൗണ്ട് രണ്ടിനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾഡ് റെജീം വെച്ചിട്ട് ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ATC വെച്ചിട്ട് ഈ ഇത് കാണിക്കാനും പറ്റും. ടാക്സ് ബെനിഫിറ്റ് നമുക്ക് ATC വെച്ച് കാണിക്കാനും പറ്റും. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 35-year-old മെയിൽ, നോൺ സ്മോക്കർ മെയിലിനെയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മുകളിൽ വരുന്ന HDFC ലൈഫിൻ്റെയും താഴെ ആക്സിസ് ബാങ്കിൻ്റെയാണ് കാണുന്നത്. അപ്പോൾ HDFC ലൈഫിൻ്റെ ലൈഫ് കവർ 2 crore കവർ ടിൽ 75 years. അപ്പോൾ ഇതിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ വരുന്നത് 99.7% ആണ്. സോ ബോത്ത് സെയിം തന്നെ വരുന്നത് ആക്സിസിലും HDFCയിലും. അതുപോലെ ഇവരുടെ പ്രീമിയം വരുന്നത് HDFCക്ക് 34,542 ഫോർ ദ ഫസ്റ്റ് ഇയർ. പിന്നെ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 40,000 40,000 രൂപ. പക്ഷേ ആക്സിസിൻ്റെ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ലൈക്ക് 32,000 രൂപേൻ്റെ അടുത്താണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത് ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷം മുതൽ 38,000 അടുത്ത്, ലൈക്ക് 37,500 അടുത്ത് ഒക്കെ ആയിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ഇയറിൽ ആക്സിസിൽ വരുന്നത്. പിന്നെ ഇവരുടെ ഫ്രീ ആഡ് ഓൺസ് വരുന്നത്, ഒന്ന് HDFCനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡിലേ ഓഫ് 12 months പ്രീമിയം ഫ്രീ ആണ്. അത് രണ്ടിനും അവൈലബിൾ ആണ്. ആക്സിസിലും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് പേ ഔട്ട് ഫീ എന്ന് പറയുന്നത് HDFCയിൽ 5 lakh വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ആക്സിസിൻ്റെ നോക്കുകയാണെങ്കിൽ അത് 2 lakh ആണ് വരുന്നത്. ആക്സിസിൽ വരുന്ന ഒരു ആഡ് ഓൺ വേറൊരു ഫീച്ചർ വരുന്നത് ഏർലി പേ ഔട്ട് ഓൺ ടെർമിനൽ ഇൽനെസ് എന്ന് വെച്ചാൽ നമുക്ക് വല്ല ടെർമിനൽ ഇൽനെസ് വരുമ്പോൾ ഏർലി പേ ഔട്ട് ഫ്രീ ആണ്. ഇനി 3 പെയ്ഡ് ആഡ് ഓൺസ് നോക്കുന്ന സമയത്ത് HDFCയിൽ ആക്സിഡൻ്റൽ ഡെത്തിൽ ഒരു എക്സ്ട്രാ പേ ഔട്ട് വരുന്നുണ്ട്. അതുപോലെ ആക്സിഡൻ്റൽ ഡിസബിലിറ്റി വരുമ്പോഴും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒരു റൈഡറിനെ. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് 60 ക്രിട്ടിക്കൽ ഇൽനെസ്സും കൂടി നമുക്ക് റൈഡറായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. സെയിം ആക്സിസിൻ്റെ നോക്കുന്ന സമയത്ത് ആക്സിഡൻ്റൽ ഡിസബിലിറ്റി വരുമ്പോൾ നമുക്കൊരു റൈഡർ ആഡ് ചെയ്യാം. അതുപോലെ ക്രിട്ടിക്കൽ ഇൽനെസ് 64 ക്രിട്ടിക്കൽ ഇൽനെസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആക്സിഡൻ്റൽ ഡെത്ത് ആൻഡ് ഡിസ്എംബേഴ്സ്മെൻറ്റിൻ്റെ ഒരു റൈഡറിനെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതിൽ കാണിക്കാത്ത ഒരു റൈഡറും കൂടി ഇതിൽ അവൈലബിൾ ആണ്. അത് വെയർ ഓഫ് ദ പ്രീമിയം ആണ്. എന്ന് വെച്ചാൽ നമുക്ക് വല്ല ക്രിട്ടിക്കൽ ഇൽനെസ് വരുവാണെങ്കിൽ നമുക്ക് പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല പിന്നീട് ആഫ്റ്റർ ദ ക്രിട്ടിക്കൽ ഇൽനെസ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ, ഒരു ഫീമെയിൽ കാൻഡിഡേറ്റിൻ്റെ അടുത്ത് നോക്കാം. അപ്പോൾ ഫീമെയിൽ 30 years ആണ് ഞാൻ അവിടെ കൺസിഡർ ചെയ്തത്. നോൺ സ്മോക്കറാണ്. അതിൽ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന സെയിം 2 crore ലൈഫ് കവർ ഫോർ 75 years. അപ്പോൾ ഇതിൽ വരുന്നത് HDFCൻ്റെ ലൈഫ് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രീമിയം അടയ്ക്കേണ്ട എമൗണ്ട് വരുന്നത് ഏറെക്കുറെ 26,890 rupees ആണ് ആദ്യത്തെ വർഷം. രണ്ടാമത്തെ ഇയറിൽ 28,305 രൂപ. അതുപോലെ ആക്സിസിൻ്റെ നോക്കുന്ന സമയത്ത് വളരെ കുറവാണ്. അത് 21,000 രൂപേൻ്റെ അടുത്താണ് വരുന്നത്. അതുപോലെ സെക്കൻഡ് ഇയർ രണ്ടാമത്തെ കൊല്ലം നോക്കുമ്പോൾ 25,000 രൂപേൻ്റെ അടുത്താണ് സെക്കൻഡ് ഇയറിൽ കാണിക്കുന്നത്. ഞാൻ ഇവിടെ എടുത്ത പ്രീമിയം പേയ്മെൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് റെഗുലർ പേയ്മെൻറ്റിനനുസരിച്ചാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ലിമിറ്റഡ് പേ ആക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് രണ്ടിലും, HDFCയിലും ആക്സിസിലും. ലൈക്ക് ലിമിറ്റഡ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പേ ടിൽ 60 അല്ലെങ്കിൽ ടിൽ ഒരു 15 വർഷം അടയ്ക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലൊക്കെ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രീമിയത്തിൻ്റെ എമൗണ്ടിൻ്റെ വേരിയേഷൻ വരും. ലൈക്ക് കൂടാനാണ് ചാൻസ്. പ്രീമിയത്തിൻ്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് റെഗുലർ പേ, ലൈക്ക് നമ്മളുടെ കവറേജ് എത്ര വരെയാണോ അത്രയും കാലം വരെ നമ്മൾ പൈസ അടയ്ക്കണം ഈ എമൗണ്ട്. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി എടുക്കാം. അത് 40-year-old മെയിലിൻ്റെയാണ്. അതും നോൺ സ്മോക്കർ തന്നെ. അതിന് വരുന്ന പ്രീമിയം എമൗണ്ട് നോക്കുന്ന സമയത്ത് HDFCയിൽ 47,126 രൂപ എന്ന് വെച്ചാൽ 47,000 രൂപ ആദ്യത്തെ കൊല്ലം. രണ്ടാമത്തെ കൊല്ലം 54,000 എന്ന് വെച്ചാൽ 55,000 രൂപേൻ്റെ അടുത്താണ് രണ്ടാമത്തെ കൊല്ലം വരുന്നത്.
അതുപോലെ ആക്സിസിൻ്റെ നോക്കുന്ന സമയത്ത് അത് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ 41,000 രൂപേൻ്റെ അടുത്താണ് ഫസ്റ്റ് ഇയർ വരുന്നത്, 48,000 രൂപേൻ്റെ അടുത്താണ് സെക്കൻഡ് ഇയറും വരുന്നത്. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ ഞാൻ പോളിസി ബസാറിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വഴി എടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നിങ്ങൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ചെയ്ത് നിങ്ങൾക്ക് പറ്റിയ ഒരു ടേം പ്ലാൻ ചൂസ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്കും കിടപ്പുണ്ട്, ഞങ്ങളായിട്ട് ചാറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ രണ്ട് പോളിസിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ബെനിഫിറ്റ്സ് വെച്ചിട്ട്. സോ ഈ സൈഡിൽ കാണുന്ന HDFC ആണ്, റൈറ്റ് സൈഡിൽ കാണുന്ന ആക്സിസും ആണ്. സോ ഒന്ന് സൂം ചെയ്യാം. സോ HDFCൻ്റെ മാക്സിമം കവറേജ് വരുന്നത് 75 ഇയേഴ്സേ ഉള്ളൂ. ആക്സിസിൻ്റെ നോക്കുവാണെങ്കിൽ 85 ഇയേഴ്സ് വരെ നമുക്ക് മാക്സിമം കവറേജ് വരുന്നുണ്ട്. പിന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ രണ്ടിനും സെയിം ആണ്, 99.7%. പിന്നെ അടുത്ത ഡെത്ത് ക്ലെയിം പെയ്ഡ് HDFCക്കാണ് കൂടുതൽ വരുന്നത്. 1,500ഓളം crore 1,500 കോടിയോളം ഡെത്ത് ക്ലെയിം പെയ്ഡ് വരുന്നുണ്ട്. കമ്പയർഡ് ടു ആക്സിസിൻ്റെ ഓൺലി 1,200ൻ്റെ അടുത്ത്. പിന്നെ ഓൺലൈൻ ഡിസ്കൗണ്ട്സ് രണ്ടിനും അവൈലബിൾ ആണ്, 14% ഫോർ HDFC ആൻഡ് 15% ഫോർ ആക്സിസ്. പിന്നെ നോക്കേണ്ടത് പ്രീമിയം പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് റെഗുലർ പേ ഉണ്ട്, ലിമിറ്റഡ് പേ ഉണ്ട് എല്ലാത്തിനും. അതുപോലെ ഫ്രീ ലുക്ക് പീരീഡ് 30 days ആണ് രണ്ടിനും വരുന്നത്. ടാക്സ് ബെനിഫിറ്റ്സ് രണ്ടിനും അവൈലബിൾ ആണ്. പിന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് പ്രോമിസ് നോക്കുമ്പോൾ 24 hours ആണ് രണ്ടിനും കാണിക്കുന്നത്. പിന്നെ വെയർ ഓഫ് ദ പ്രീമിയം ഓൺ ഡിസബിലിറ്റി HDFCക്ക് അവൈലബിൾ അല്ല, പക്ഷേ ആക്സിസിന് അവൈലബിൾ ആണ്. പിന്നെ വെയർ ഓഫ് ദ പ്രീമിയം ക്രിട്ടിക്കൽ ഇൽനെസ് HDFCക്ക് അവൈലബിൾ അല്ല, ആക്സിസിന് അവൈലബിൾ ആണ്. പിന്നെ ഡെത്ത് ഡ്യൂ ടു ആക്സിഡൻറ്റിലുള്ള ക്ലെയിം അത് രണ്ടിനും അവൈലബിൾ ആണ്. ഡിസബിലിറ്റി ഡ്യൂ ടു ആക്സിഡൻറ്റും രണ്ടിനും അവൈലബിൾ ആണ്. പിന്നെ ടെർമിനൽ ഇൽനെസ് ഫ്രീ ആണ് ആക്സിസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻഹാൻസ്ഡ് ക്രിട്ടിക്കൽ ഇൽനെസ് രണ്ടിനും അവൈലബിൾ ആണ്. പിന്നെ ഓപ്ഷൻ ഫോർ പ്രീമിയം ഡിലേ ചെയ്യാനുള്ള ഓപ്ഷൻ രണ്ടിനും ഫ്രീ ആണ്, രണ്ടിനും ആ ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ഇമ്മീഡിയറ്റ് പേ ഔട്ട് ഓഫ് ദ ക്ലെയിം പറയുന്നത് HDFCക്ക് 5 lakh ആണ്, കമ്പയർഡ് ടു ആക്സിസിൻ്റെ 2 ലക്ഷം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഷുററിനെ പറ്റി എന്ന് വെച്ചാൽ HDFCൻ്റെയും ആക്സിസ് മാക്സ് ലൈഫിൻ്റെയും നോക്കുന്ന സമയത്ത് HDFC വന്നിട്ട് 2000-ലാണ്, മാക്സ് ലൈഫ് 2002-ലാണ്. പിന്നെ സോൾവൻസി റേഷ്യോ കൂടുതൽ ആക്സിസിനാണ്, 2.01% കമ്പയർഡ് ടു HDFC വലിയ മോശമൊന്നുമില്ല, 1.9 ഉണ്ട്. പിന്നെ ഗ്രീവൻസ് സോൾവ്ഡ് 100% ആണ് ആക്സിസിന്. പിന്നെ ക്ലെയിം കംപ്ലയിൻറ്റ് റേഷ്യോ 1%. നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഓഫ് കോഴ്സ് HDFCക്ക് ആവും കൂടുതൽ, 535 ആണ്. ഇനി നമുക്ക് ഇവരുടെ പ്രോസ് ആൻഡ് കോൺസിൻ്റെ കമ്പാരിസൺ നോക്കാം. HDFC ലൈഫ് അത്യാവശ്യം മാർക്കറ്റിൽ ലീഡേഴ്സാണ്, നല്ല ട്രസ്റ്റഡ് ബ്രാൻഡും കൂടിയാണ്. എക്സ്റ്റെൻസീവ് ഏജൻറ്റ്സ് ആൻഡ് നെറ്റ്വർക്ക് സർവീസ്, ഇവർക്ക് നല്ല വൈഡ് റേഞ്ച് ഓഫ് നെറ്റ്വർക്ക്സും സർവീസസും അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ കഴിഞ്ഞ 2 ഡിക്കേഡായിട്ട് നല്ല പ്രൂവൺ ട്രാക്ക് റെക്കോർഡും കാണിക്കുന്നുണ്ട്. പിന്നെ ബ്രാൻഡ് വാല്യൂ നല്ലതാണ് HDFCൻ്റെ. പിന്നെ ആക്സിസ് മാക്സ് ലൈഫിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ് HDFC നോക്കുന്ന സമയത്ത് പ്രീമിയം ഓഫറിങ്സിൻ്റെ പ്രൈസ് കുറവാണ്. പിന്നെ കോമ്പറ്റീറ്റീവ് ഫീച്ചേഴ്സ് ആൻഡ് എഫിഷ്യൻറ്റ് സർവീസാണ് കൊടുക്കുന്നത്. പിന്നെ സ്ട്രോങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്, അതുപോലെ നല്ല രീതിക്കുള്ള കസ്റ്റമർ സപ്പോർട്ടും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ കോൺസ് നോക്കുന്ന സമയത്ത് HDFCനെ നോക്കുമ്പോൾ ആനുവൽ പ്രീമിയം കമ്പയർ ടു ആക്സിസ് കുറച്ച് കൂടുതലാണ്, അതുപോലെ കോംപ്ലക്സ് ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സാണ് വരുന്നത്. ഇനി ആക്സിസിൻ്റെ കോൺസ് നോക്കുന്ന സമയത്ത് HDFC വെച്ച് നോക്കുമ്പോൾ ആക്സിസിൻ്റെ മാർക്കറ്റ് പ്രസൻസ് കുറച്ച് കുറവാണ്. അതുപോലെ HDFC വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബ്രാൻഡ് പെർസെപ്ഷൻ കുറച്ച് പുതിയതായിട്ടാണ്. അതുപോലെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫിസിക്കൽ ബ്രാഞ്ചസേ അവൈലബിൾ ഉള്ളൂ ആക്സിസ് മാക്സ് ലൈഫിന്. ഇനി നിങ്ങൾക്ക് ബെസ്റ്റ് വൺ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ബയേഴ്സിനൊക്കെ ആക്സിസ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതുപോലെ ബ്രാൻഡ് കോൺഷ്യസ് ആണെങ്കിൽ HDFC ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ക്രിട്ടിക്കൽ ഇൽനെസ്സും ബഡ്ജറ്റും മാത്രം നോക്കിയിട്ടല്ല ഒരു ടേം പ്ലാൻ ചൂസ് ചെയ്യേണ്ടത്. അതിനൊക്കെ ഉള്ള ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കാരണം ചിലവർക്ക് ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അതല്ലാതെ തന്നെ ഇതിൽ കവർ ചെയ്യുന്നൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള വഴി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഫോൺ നമ്പർ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, ആ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ ടേക്ക് അവേസ് നോക്കുകയാണെങ്കിൽ രണ്ടിലും ഇൻഡസ്ട്രി ലീഡിംഗ് സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് കാണിക്കുന്നത് 99.7%. പിന്നെ കോസ്റ്റ് അഡ്വാൻറ്റേജ് കുറച്ച് കൂടുതൽ ആക്സിസിനാണ്, ലൈക്ക് കമ്പയർഡ് ടു HDFC ആക്സിസ് കുറച്ച് ചീപ്പറാണ്. പിന്നെ ഫീച്ചർ പാരിറ്റി നോക്കുന്ന സമയത്ത് ഐഡൻറ്റിക്കൽ കവറേജ് ഫീച്ചേഴ്സ് ആണ്, പക്ഷേ കുറച്ച് ബെനിഫിറ്റ്സ് കൂടുതൽ ആക്സിസിനാണുള്ളത്. പിന്നെ ഡിസിഷൻ ഫാക്ടർ നമ്മുടെ സേവിങ്സിൻ്റെയും ബ്രാൻഡ് പ്രിഫറൻസിന് അനുസരിച്ചിരിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള ഇൻഷുറൻസ്, ലൈക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലൈസ്ഡ് കോട്ട് കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് ഇൻഷുറൻസായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ ടേം ഇൻഷുറൻസ് പോളിസി ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക.
അതുപോലെ നിങ്ങളുടെ നീഡ്സും ഫൈനാൻഷ്യൽ ഗോൾസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ രണ്ട് ഫണ്ട്സും ടേം ഇൻഷുറൻസും തമ്മിലുള്ള കമ്പാരിസൺ. സോ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് ഉള്ള ഡൗട്ടോ ക്യൂറീസോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.